ഡിസൈനും വലിയ ഡിസ്പ്ലേയുമായി ആപ്പിൾ വാച്ച് AC3 എത്തും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആപ്പിൾ ആദ്യമായി ആപ്പിൾ വാച്ച് AC അവതരിപ്പിച്ചത് 2020-ലാണ്. താങ്ങാനാവുന്ന വിലയിൽ ഒരു ആപ്പിൾ വാച്ച് കൊണ്ടുവരിക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. 2022-ൽ പുറത്തിറക്കിയ ആപ്പിൾ വാച്ച് AC2 1.57 ഇഞ്ച് 1.73 ഇഞ്ച് വലിപ്പ ഓപ്ഷനുകളുമായി ഇതേ രീതി പിന്തുടർന്നു. എന്നാൽ വരാനിരിക്കുന്ന വാച്ച് AC3-ൽ ഇത് മാറിയേക്കാമെന്നാണ് അടുത്തിടെ പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനലിസ്റ്റ് റോസ് യങ്ങിന്റെ അഭിപ്രായത്തിൽ ആപ്പിൾ അതിന്റെ പുതിയ വാച്ച് AC3-യുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന വാച്ച് AC3 1.6 ഇഞ്ച് 1.8 ഇഞ്ച് എന്നീ ഡിസ്പ്ലേ വലിപ്പങ്ങളിൽ വരുമെന്നും അദ്ദേഹം പറയുന്നു. AC3 മോഡലിൽ ആപ്പിൾ കൂടുതൽ ഒതുക്കമുള്ളതും എന്നാൽ കാഴ്ചയിൽ വിശാലവുമായ ഒരു ഡിസൈൻ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒരുപക്ഷെ ബെസലുകൾ കുറയ്ക്കുകയും മൊത്തത്തിലുള്ള വാച്ച് വലുപ്പം സമാനമോ ചെറുതോ ആയി നിലനിർത്തുകയും ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ. മുൻകാല ട്രെൻഡുകൾ കാണിക്കുന്നത് AC മോഡലുകൾ പഴയ ഫ്ലാഗ്ഷിപ്പ് വാച്ചുകളിൽ നിന്ന് ഡിസൈൻ ഘടകങ്ങൾ കടമെടുക്കുമെന്നാണ്. ആപ്പിൾ അതിന്റെ പതിവ് ഡിസൈൻ തന്ത്രത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അടുത്ത വാച്ച് AC സ്ലിം ഡൗൺ ചേസിസിൽ 1.6ഉം 1.8 ഇഞ്ച് ഡിസ്പ്ലേകളും വാഗ്ദാനം ചെയ്തേക്കാം. അതായത് പഴയ 36mm 46mm ഓപ്ഷനുകളോട് അടുത്ത് നിൽക്കും ഇത്. അതേസമയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡിസ്പ്ലേ വലിപ്പങ്ങൾ പൂർണ്ണമായും കൃത്യമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ റൗണ്ടിംഗ് വ്യത്യാസങ്ങൾ മൂലമാകാം എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും സീരീസ് 6, സീരീസ് 7 അല്ലെങ്കിൽ പൂർണ്ണമായും പുതിയ എന്തെങ്കിലും എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ രൂപകൽപ്പനയുടെ സാധ്യത അടുത്ത ആപ്പിൾ വാച്ച് SEയെ ശ്രദ്ധേയമാക്കുന്നു. AC3-ക്കൊപ്പം ആപ്പിൾ വാച്ച് സീരീസ് 11ഉം അൾട്രാ 3യും ഈ വർഷം അവസാനം പുറത്തിറക്കാൻ ആപ്പിൾ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ മോഡലുകൾ വലിയ ഡിസൈൻ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കില്ല, പക്ഷേ രക്തസമ്മർദ്ദ അലേർട്ടുകൾ, സാറ്റലൈറ്റ് കണക്ടിവിറ്റി, 5G റെഡ് ക്യാപ്പ് പിന്തുണ തുടങ്ങിയ പ്രധാന അപ്ഗ്രേഡുകൾ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.